വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഭയങ്കര ത്രൂ ഔട്ട് കേട്ടിട്ടുണ്ടെന്ന് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. അവരാണ് ഇൻസ്റ്റന്റ്ലി നമുക്ക് ഫിനിഷ് ചെയ്യുന്നത് പെരുമാറും. ഈ മാസം മുഴുവൻ ഇവിടെ പരിസരങ്ങളല്ല എറണാകുളം തന്നെ. ഇപ്പൊ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു. ഡിസംബറിൽ തുടങ്ങിയതാണ്, ഇന്നലെ കഴിഞ്ഞു. അപ്ഡേറ്റ് എന്തെങ്കിലും ആയോ? ഉണ്ടാവും. അതേപോലെ എമ്പുരാന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പറയാൻ? ഞാനിപ്പോ അതിന്റെ ഷൂട്ടിൽ പോകുന്നുണ്ട്. ഞാൻ എല്ലാം മനസ്സിലാക്കി വന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ അങ്ങോട്ടാണ്. ക്ലീൻ ഷേവ് ചെയ്യുമ്പോ ഭയങ്കര എങ്ങാവുന്ന പോലെ ഒരു ലുക്കാണുള്ളത്. ഏതെങ്കിലും പടത്തിന്റെ ലുക്കാണോ? ഏതെങ്കിലും പടത്തിന്റെ ലുക്കല്ല. എനിക്ക് എങ്ങനെയായിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെയല്ല. എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഇഷ്ടമാണ്, താടി വെച്ചിട്ടുള്ള ഇഷ്ടമാണ്. ഈ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രിം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഞങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ ടൊവിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ടൊവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്? അല്ല, അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയില് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ സാധാരണ കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയുടെ വരുന്നുണ്ടെങ്കിൽ എത്രയോ കൊല്ലം മുമ്പ് ഒരുപാട് പേരെ വരാൻ പറ്റുന്ന അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ചെറിയൊരു വിവാദമൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അവരോട് സംസാരിക്കാൻ കേൾക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യം ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന് വെളിച്ചത്തിൽ തിരിച്ചടികളിലേക്ക് കേട്ടുവന്നോ. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ തോന്നന്മാരായത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമില്ല. അടുത്ത തവണ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും. പക്ഷേ ഈ പിഷാരടി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട്. കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു സംശയം. ഞാനല്ല അല്ല, അങ്ങനല്ല, ഞാൻ ടൊവിനോയുടെ ഭാഗത്തല്ല. ശരിക്കും പിഷാരടി തോറ്റതല്ല എന്നുള്ളത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ കാര്യം ചെയ്യില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കിഷോർ. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മ ഷോ എന്ന് പറയുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ്.